ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഹോൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒബ്വിയസ്ലി മേക്കപ്പ് ഹോളാണ്. ആൻഡ് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാനിപ്പം റീസെൻ്റ്ലി ഒമാനിലും ദുബായിലും പോയിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ട്. അപ്പോൾ നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഡെഫിനറ്റായിട്ടും ഞാൻ മേക്കപ്പ് പർച്ചേസ് ചെയ്ത് കാണും. അപ്പോൾ ഞാൻ ദുബായ് ഒമാനിൽ നിന്നും വാങ്ങിയ കുറച്ച് മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. ഐ തോട്ട് ഐ വിൽ ഷെയർ ഇറ്റ് വിത്ത് യു ഗൈസ്. അപ്പോൾ എനിവേ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്ന് കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം വാങ്ങിയത് കുറേ നാളുകൊണ്ട് ഞാൻ ഇങ്ങനെ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്ന ഒരു സംഭവമാണ് ഷാർലറ്റ് ടിൽബറിയുടെ എയർ ബ്രഷ് ബ്രോൺസർ. അപ്പോൾ ഇത് വന്നിട്ട് എനിക്ക് കുറേ നാൾ ഞാൻ വാങ്ങാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ഷെയ്ഡ് കണ്ട് ട്രൈ ചെയ്ത് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ ദുബായ് മോളിൽ പോയപ്പം അവിടെ നല്ലൊരു ഷാർലറ്റ് ടിൽബറിയുടെ സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോൾ ഐ ഗോട്ട് ടു ട്രൈ ദ ഷെയ്ഡ്. അപ്പം ഞാൻ പർച്ചേസ് ചെയ്ത ഷെയ്ഡ് എന്ന് പറയുന്നത് നമ്പർ 3 ടാൻ ആണ് ഞാൻ വാങ്ങിയ ഷെയ്ഡ്. ആൻഡ് ഇതിൻ്റെ പാക്കേജിങ് നോക്കൂ, ഹൗ പ്രിട്ടി, ഭയങ്കര ഭംഗിയുണ്ട്. എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ട്. എനിക്ക് തൊടാൻ ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പം എൻ്റെ പുതിയ ബ്രൈഡ്സിനൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഇതാ പൊട്ടിച്ചു. അപ്പോൾ ദിസ് ഇസ് സംതിങ് വെരി എക്സൈറ്റിങ്. ഇതിൻ്റെ ഷെയ്ഡ് നല്ലൊരു നമുക്കൊരു ഇന്ത്യൻ സ്കിൻ ടോണിൽ നാച്ചുറലായിട്ട് തോന്നുന്നൊരു ബ്രോൺസർ ഷെയ്ഡാണ്. ആൻഡ് ഇറ്റ്സ് വെരി നൈസ്. ഇത് ഭയങ്കര നല്ല സ്മൂത്ത് ഫിനിഷാണ്. അപ്പം നല്ല ഈസിയാണ് ബ്ലെൻഡ് ചെയ്യാനൊക്കെ. അപ്പം ദിസ് ഇസ് സംതിങ് ഐ ഗോട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് അപ്പ് ഇസ് മൈ ന്യൂ കളക്ഷൻ ടു ദ ഫൗണ്ടേഷൻസ്. അപ്പം കഴിഞ്ഞ സിംഗപ്പൂർ വ്ളോഗിൽ നിങ്ങൾ കണ്ടതാണ്, ഞാൻ ജോർജിയോ അർമാനിയുടെ ഒരു ഫൗണ്ടേഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഫെൽ ഇൻ ലവ് വിത്ത് ദ ഫൗണ്ടേഷൻ. അത് ഭയങ്കര നല്ലതായിരുന്നു. എൻ്റെ ഒത്തിരി ബ്രൈഡ്സിന് ഞാൻ ആ ഫൗണ്ടേഷൻ യൂസ് ചെയ്തു. എനിക്ക് പേഴ്സണലിയും ഒത്തിരി ഇഷ്ടപ്പെട്ട ഫൗണ്ടേഷൻ. അപ്പം ദിസ് ടൈം ഐ ഗോട്ട് അനദർ ഷെയ്ഡ് ഫ്രം ദ സെയിം ഫൗണ്ടേഷൻ. ഇത് അർമാനിയുടെ ലൂമിനസ് സിൽക്ക് എന്ന് പറഞ്ഞ റേഞ്ചാണ്. സി പാക്കേജിങ് ഇസ് വെരി നൈസ്. ഇതിൻ്റെ ഒരു പമ്പ് രീതിയിലാണ് അതിൻ്റെ ആപ്ലിക്കേറ്റർ വരുന്നത്. അപ്പം ഈസിയാണ് നമുക്ക് എടുക്കാൻ. പിന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര സ്കിൻ ലൈക്ക് ഫിനിഷാണ്. ഞാൻ ഇപ്പം വാങ്ങിയ ഷെയ്ഡ് 5.75 ആണ്. ദിസ് ഇസ് ഫോർ മൈ കിറ്റ്. കാരണം ലൈറ്റർ ഷെയ്ഡ് ബ്രൈഡ്സ് വരുമ്പോൾ അവർക്ക് യൂസ് ചെയ്യാനായിട്ടാണ്. എനിവേ ദിസ് ഇസ് അനദർ അഡീഷൻ ടു ദ കിറ്റ്. അപ്പോൾ ഐ എം വെരി എക്സൈറ്റഡ് ടു ട്രൈ ദിസ് ഓൺ മൈ അപ്കമിങ് ബ്രൈഡ്സ്. പിന്നെ ഞാൻ ഒരു ഫൗണ്ടേഷനും കൂടെ വാങ്ങി. ഫൗണ്ടേഷൻ ഞാൻ ഈ പ്രാവശ്യം ഒരു ഡിയോറിൻ്റെ ഫൗണ്ടേഷനും കൂടെ വാങ്ങി. സോ ഇതിൻ്റെ പേര് ഫേസ് ആൻഡ് ബോഡി ഫൗണ്ടേഷൻ എന്നാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി റിവ്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. ഫൈനലി ഐ ഗോട്ട് ദിസ്. ഇത് ഭയങ്കര പാടായിരുന്നു അവൈലബിലിറ്റി. ഇത് ഒമാനിലൊന്നും കിട്ടിയില്ല. ഇതെനിക്ക് അവസാനം ദുബായ് മോളിൽ നിന്നാണ് കിട്ടിയത്. ആൻഡ് ദിസ് ഇസ് നൈസ്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ നോക്കട്ടെ, നമുക്ക് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പർച്ചേസ് ചെയ്ത ഷെയ്ഡ് 4WP. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. 4WP എന്നാണ്. ഇത് ഭയങ്കര ലൈറ്റായിട്ട് അതിൻ്റെ എഴുതിയേക്കുന്നത്. ഇറ്റ്സ് വെരി നൈസ്. ഇതും എനിക്കങ്ങനെ ഹെവി ഫൗണ്ടേഷൻസ് പേഴ്സണലി പ്രിഫർ ചെയ്യാത്തതുകൊണ്ട് ഐ ലൈക്ക് ദീസ് വെരി നാച്ചുറൽ ഫിനിഷ് നല്ല ഫൗണ്ടേഷൻസ്. അപ്പം ഇതിൻ്റെ ഷെയ്ഡ് ആക്ച്വലി ഐ ക്യാൻ ഷോ യു ലിറ്റിൽ. കുറച്ചൊരു പീച്ചിഷ് അണ്ടർടോണുള്ള ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ചിലരുടെ ഇന്ത്യൻ സ്കിൻ ടോണിൽ തന്നെ ചിലർക്ക് കുറച്ചൊരു പീച്ച് അണ്ടർടോൺ കാണും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലൊരു ഫൗണ്ടേഷനാണ്. സോ ദിസ് ഇസ് സംതിങ് ന്യൂ. നെക്സ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിയത് ഫ്രം ദ ബ്രാൻഡ് ഫെൻറ്റി. ഇതൊരു ഡയമണ്ട് ബോംബ് എന്ന് പറഞ്ഞ ഒരു ലൈക്ക് എന്താ ഹൈലൈറ്റർ എന്ന് വിളിക്കാം. നമുക്ക് പല രീതിയിൽ ഇത് യൂസ് ചെയ്യാം. ലുക്ക് അറ്റ് ദ പാക്കേജിങ്, ഇറ്റ്സ് വെരി പ്രിറ്റി. ഇത് ഡയമണ്ട് ബോംബ് അതുകൊണ്ട് ഇങ്ങനെ എവിടെയും തന്നെ ഫുൾ തിളക്കമുണ്ട്. ആൻഡ് ലൈക്ക് ദ നെയിം സജസ്റ്റ്, ഇറ്റ്സ് ലൈക്ക് എ ഡയമണ്ട് പോലെയാണ് സംഭവം. എനിക്കിത് ഏറ്റവും യൂസ് ചെയ്യുന്നത് നമുക്ക് ഫേസിൽ ബോഡിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ആ ഒരു ഷീൻ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യാം. എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇത് ഐലിഡ്സിൽ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാൻ. ബിക്കോസ് ഇറ്റ്സ് ഗിവ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഷൈൻ. ഭയങ്കര പ്രിട്ടി ആയിട്ടുള്ളൊരു തിളക്കം നമുക്ക് കിട്ടും. പിന്നെ ഞാനിത് ജസ്റ്റ് എൻ്റെ കണ്ണിൻ്റെ മേളിൽ കാണിച്ചു തരാം. എനിക്ക് അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാൻ ടൈമില്ല, എന്നാൽ പെട്ടെന്ന് റെഡി ആവണം എന്ന് വരുന്ന സമയത്ത് കാണാമോ, I just put on these
ഇറ്റ് ജസ്റ്റ് ബ്രിങ്സ് ഒരു കുറച്ച് ഇട്ടാൽ മതി. പിന്നെ കൂടി പോയതാ കുറച്ച് ഇട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നല്ലൊരു ഷീൻ തരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പാർട്ടിക്ക് റെഡിയാവണം, ഒട്ടും സമയമില്ല. ഐ ജസ്റ്റ് പുട്ട് ദിസ് ഓൺ ആൻഡ് ഐ ആം റെഡി. ഇത് അത്ര കിടലാണ്, നല്ല രസമുണ്ട്. സോ ദിസ് ഇസ് ഫ്രം ദ ബ്രാൻഡ് ഫെൻറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത പർച്ചേസ്. നെക്സ്റ്റ് വൺ ഇസ് ഫ്രം ദ ബ്രാൻഡ് ലോറ മെർസിയർ. അപ്പോൾ ലോറ മെർസിയറുടെ ഒരു ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ് ഞാൻ വാങ്ങിയത്. ആൻഡ് ദിസ് ഇസ് ഇൻ ദ ഷെയ്ഡ് ഹണി. മേക്കപ്പ് യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കുമല്ലോ, ലോറ മെർസിയർ ഹാസ് സം ഓഫ് ദ ബെസ്റ്റ് പൗഡേഴ്സ്. അപ്പം ഐ ജസ്റ്റ് ഗോട്ട് ട്രാൻസ്ലൂസൻറ്റ് പൗഡർ. ഞാൻ പ്ലെയിൻ മറ്റേ കളർലെസ് വൈറ്റ് വാങ്ങിയില്ല. ഐ ഗോട്ട് ദിസ് ഷെയ്ഡ് ഹണി. ഇതിലൊരു ചെറിയ കളറുണ്ട് വിച്ച് ഇസ് വെരി ഗുഡ് ഫോർ ഇന്ത്യൻ സ്കിൻ ടോൺസ്. ഭയങ്കരമായി മറ്റേ വൈറ്റ് കളറാകുമ്പോൾ ചില കേസസിൽ കുറച്ചൊരു വൈറ്റിഷ് കളർ വരും. ദിസ് ഇസ് എ റിയലി നൈസ് ഷെയ്ഡ്. എല്ലാ മിക്ക ഷെയ്ഡ്സിൻ്റെ കൂടെയും പോവും. സോ ദിസ് ഇസ് എ വെരി നൈസ് പൗഡർ. പൗഡർ വാങ്ങുന്ന ലൂസ് പൗഡർ ഇഷ്ടമുള്ളവർക്ക് യു ക്യാൻ പർച്ചേസ് എ ലോറ മെർസിയർ പൗഡർ. ഓക്കെ, അടുത്തത് ദിസ് വാസ് നോട്ട് ഇൻറ്റൻഷണൽ. ഞാൻ വെറുതെ ദുബായ് മോളിൽ സെഫോറ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ ബെനിഫിറ്റിലെ കൗണ്ടറിലുണ്ടായിരുന്ന ആർട്ടിസ്റ്റ് എന്നെ മറിയം പിടിച്ചിരുത്തി നമുക്ക് ട്രൈ ചെയ്ത് തന്നതാണ് ഈ ബാഡ് ഗേൾ ബാങ് മസ്കാര, ഈ ബ്രോ വാക്സ് മസ്കാര. അപ്പം ഇത് എനിക്കറിയാം, ഇത് ഭയങ്കര നല്ല മസ്കാരയാണ്. ഐ ഹാഡ് ദിസ് ബിഫോർ. അപ്പം എനിവേ ഇത് നമ്മൾ വീണ്ടും വാങ്ങി. നിങ്ങൾക്ക് ലാഷസിന് ഒരുപാട് വോളിയം വേണം, നിങ്ങളുടെ ലാഷസ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം, വോളിയം ലെങ്ത്തും എല്ലാം വേണം. ആൻഡ് ഇഫ് യു ഹാവ് ഗുഡ് ബഡ്ജറ്റ് എങ്കിൽ കണ്ണടച്ച് നിങ്ങൾക്ക് ബെനിഫിറ്റിൻ്റെ ബാഡ് ഗേൾ ബാങ് മസ്കാര വാങ്ങാം. ബിക്കോസ് ഇറ്റ്സ് അമേസിങ്. ഇതിൻ്റെ ബോണ്ട് ഭയങ്കര തിന്നാണ്, നിങ്ങളുടെ എല്ലാ കുഞ്ഞു ലാഷസും അവിടെ എത്തും. ആൻഡ് ഇറ്റ്സ് അമേസിങ്. ഇതിനെക്കുറിച്ച് ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ലൈക്ക് സോ ഗുഡ്. റിഗ്രറ്റ് ചെയ്യില്ല, നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. നല്ല മസ്കാരയാണ്. സോ ഐ ഗോട്ട് ദിസ്. പിന്നെ അൺഇൻറ്റൻഷനലി വാങ്ങിയ സംഭവമാണ് ഇത്. അപ്പം ഇത് ഞാൻ യൂഷ്വലി പൗഡർ അല്ലെങ്കിൽ ഐബ്രോ പെൻസിൽ ഐബ്രോസിൽ യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ദിസ് ആർട്ടിസ്റ്റ് ഷീ ഷോഡ് മീ ദിസ് തിങ്. ഇത് കളേർഡ് ആയിട്ടുള്ള മസ്കാര, നമ്മുടെ ട്രാൻസ്പെറൻറ്റ് മസ്കാര അല്ല. ഇതിൻ്റെ വോണ്ട് ഇങ്ങനെയാണ്. ദിസ് ഇസ് വെരി ഈസി. ജസ്റ്റ് കാണിച്ചു. ഇതിൻ്റെ വോണ്ട് ഇതിൽ കുറച്ച് പിഗ്മെൻ്റ് ഉണ്ട്. അപ്പം യു ക്യാൻ ജസ്റ്റ് ഈസിലി ഇഫ് യു ആർ ഓൺ ദ ഗോ നമുക്ക് ജസ്റ്റ് ഐബ്രോസിനെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫെദറി ബ്രോ ലുക്ക് കിട്ടുകയും ചെയ്യും. കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അതുകൊണ്ട് ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ഈ ബ്രോ ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ദിസ് ഇസ് സംതിങ് ഐ ലവ്. പിന്നെ നമുക്ക് ആ ഒരു ഫില്ല് ചെയ്ത ഭയങ്കര അൺനാച്ചുറൽ ലുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. ഭയങ്കര പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അത്യാവശ്യം ബ്രോന് വോളിയം ഉള്ളവർക്ക് ദിസ് ഇസ് റിയലി ഗുഡ്. സോ ഇത് വാങ്ങിയതിന് ശേഷം ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എപ്പോഴും. സോ ദിസ് ഇസ് എ വെരി നൈസ് പർച്ചേസ്. ഞാൻ ഫൗണ്ടേഷൻ പറഞ്ഞതിൻ്റെ ഇടയിൽ കൺസീലർ പറയാൻ വിട്ടുപോയി. സോ ഐ ഗോട്ട് ദിസ് ലാൻകോം കൺസീലർ. ഇത് ഇതിൻ്റെ ഷെയ്ഡ് എവിടെ? ഷെയ്ഡ് 500S 62W500 എന്നാണ്. വേറെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. എനിവേ ഇറ്റ്സ് എ വെരി ഡാർക്ക് ഷെയ്ഡ്. നല്ലൊരു റിച്ച് ഡീപ്പർ ഷെയ്ഡാണ്. അപ്പോൾ ജസ്റ്റ് ലൈക്ക് ഞാൻ പല പല ഷെയ്ഡ് റേഞ്ച് കളക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇത് അത്യാവശ്യം വാമാണ് എന്നാൽ ഭയങ്കര നല്ലൊരു ഷെയ്ഡാണ്. ആൻഡ് ലാൻകോമിൻ്റെ ഓൾ സ്കിൻ പ്രോഡക്ട്സ് എനിക്ക് ഫൗണ്ടേഷനും ഒത്തിരി ഇഷ്ടമാണ്, കൺസീലറും ഒത്തിരി ഇഷ്ടമാണ്. നല്ല ബ്രാൻഡാണ്. ഗിവ്സ് എ വെരി നാച്ചുറൽ നൈസ് ഫിനിഷ്. അപ്പോൾ ദിസ് ഇസ് സംതിങ് ഐ ഗോട്ട്. ഇത് മസ്കറ്റിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇത് ഞാൻ ഡ്യൂട്ടി ഫ്രീന്ന് വാങ്ങിയതാണ്, ദുബായിൽ നിന്നല്ല. ഓക്കെ, പിന്നെ ഞാൻ 2 ലിപ്സ്റ്റിക് വാങ്ങി, മിനി ലിപ്സ്റ്റിക്സ്. ഈ പൊട്ടിക്കാൻ പറ്റുന്നില്ല. സോ 2 ലിപ്സ്റ്റിക്സാണ് വാങ്ങിയത്. ഒന്ന് ഇൻ ദ ഷെയ്ഡ് ഐക്കോൺ ആൻഡ് 1 ഇൻ ദ ഷെയ്ഡ് ബോംഷെൽ. ഇത് അവരുടെ പണ്ട് തൊട്ടേ ഉള്ള ലിപ്സ്റ്റിക്കാണ്. ആൻഡ് ഇറ്റ്സ് എ വെരി നൈസ് ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്. അപ്പം ഞാൻ ചെറുത് വാങ്ങി, കാരണം എനിക്ക് കിറ്റിൽ ഒബ്വിയസ്ലി ഒരുപാട് ലിപ്സ്റ്റിക്സ് ഉണ്ടല്ലോ. അപ്പം വലിയ വലിയ ലിപ്സ്റ്റിക്സ് വാങ്ങിയാൽ നമുക്ക് സ്പേസും ഒത്തിരി ബുദ്ധിമുട്ടാണ്, പിന്നെ എക്സ്പയറി ഇഷ്യൂ ഉണ്ടല്ലോ. അതുകൊണ്ട് ഐ ഗോട്ട് മിനി വൺസ്
കാണിച്ചു തരാം, നിങ്ങൾക്ക് ഞാൻ ഷെയ്ഡ് കാണിച്ചു തരാം. അപ്പം ഇത് രണ്ടാണ് ഞാൻ വാങ്ങിയത്, ഒന്ന് ബോംഷൽ ഒന്ന് ഐക്കോൺ. അപ്പം ഞാൻ ആദ്യം ഐക്കോണിൻ്റെ ഷെയ്ഡ് കാണിച്ചു തരാം. ഷെയ്ഡ് വന്നിട്ട് വെരി പ്രിട്ടി പിങ്കിഷ് പീച്ച് കളർ, കാണാമോ? നൈസ് ഷെയ്ഡ്. ഇത് ഒരുവിധപ്പെട്ട ഒരു ഫെയർ ടു മീഡിയം സ്കിൻ ടോണിലുള്ളവർക്ക്, ഈവൻ കുറച്ചൊരു ഡീപ്പ്, ഒരുപാട് ഡീപ്പല്ല എങ്കിലും കുറച്ചൊരു മീഡിയം ഡീപ്പ് സ്കിൻ ടോണിനും നമുക്ക് വർക്ക് ചെയ്യാം. ഇഫ് യു ഗീവ് എ ലിപ് ലൈനർ, ഇറ്റ്സ് എ നൈസ് ഷെയ്ഡ്. ആൻഡ് ബോംഷെൽ എന്ന് പറഞ്ഞത് കുറച്ചും കൂടെ ഒരു ലൈറ്റർ ഷെയ്ഡാണ്. ഇത് കുറച്ചും കൂടെ ഫെയറർ സ്കിൻ ടോണിനായിരിക്കും കുറച്ചും കൂടെ ചെയ്യുക. അതൊന്നും കുറച്ചുകൂടെ ലൈറ്റാണ്. ഇറ്റ്സ് നൈസ്. ഇത് ഞാൻ മാക്കിൻ്റെ പുതിയ ലോഞ്ച് ചെയ്ത ലോക്ക്ഡ് കിസ് ഇങ്ക് എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്ക് വാങ്ങി. ഇത് ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങാം, ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇത് ഞാൻ മാസ്കറിലെത്തും ഡ്യൂട്ടി ഫ്രീ കൂടെ വെറുതെ നടന്ന സമയത്ത് റാൻഡംലി കണ്ട ഒരു ഷെയ്ഡാണ് ഇത്. ആക്ച്വലി ഈ ബോംഷെല്ലിൻ്റെ അടുത്ത് ഇരിക്കും. ഇറ്റ്സ് ക്വൈറ്റ് സിമിലർ ടു ബോംഷെൽ കൂടെ ബ്യൂട്ടിയുടെ. അപ്പം യു ഗൈസ് ക്യാൻ ചൂസ് എനി ഓഫ് ദ ടു. ഇതിൽ കുറച്ച് പിങ്ക് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ, ബട്ട് ഇറ്റ്സ് എ പ്രിട്ടി ഷെയ്ഡ്. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് നൈക്കയൊന്നും കൂടെ ഓർഡർ ചെയ്തായിരുന്നു. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കാണിക്കാമെന്ന് വെച്ചു, കാരണം അതിൻ്റെ പാഴ്സലും വന്നു. അപ്പം ഞാൻ എൻ്റെ ഫേവറേറ്റ് എവറി ഡേ ലിപ്സ്റ്റിക് ആയിട്ടുള്ള സ്വിസ് ബ്യൂട്ടിയുടെ ബ്രാൻഡി ഹാരിങ്ടൺ, ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഒത്തിരി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രാൻഡി ഹാരിങ്ടൺ എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്ക് എൻ്റെ ഇത് തീർന്നു. അങ്ങനെ തീർന്നുകൊണ്ട് ഞാനത് റീസ്റ്റോക്ക് ചെയ്തു. ഇതാണ് അതിൻ്റെ ഷെയ്ഡ്, നിങ്ങൾക്ക് കാണാമല്ലോ. ഇറ്റ്സ് എ വെരി നൈസ് എവറിഡേ വെയർ കളർ ഫോർ എസ്പെഷ്യലി ഒരു മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോണിനൊക്കെ ഭയങ്കര ഫ്ലാറ്ററിങ് ആണ്. ഈവൻ ലൈറ്റർ സ്കിൻ ടോൺസിനും ഇത് ക്യാൻ വർക്ക്, പക്ഷെ അവർക്ക് കുറച്ചും കൂടി ഡാർക്ക് ആയിരിക്കും. ബട്ട് ഇറ്റ്സ് നൈസ്. അപ്പോൾ ബ്രാൻഡ് കണ്ടിട്ട് ഞാൻ 2 വാങ്ങി. എൻ്റെ ചേച്ചിക്ക് ഇത് യൂസ് ചെയ്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഒന്നും ചേച്ചിക്ക് ഒന്നും എനിക്ക്. ഓക്കെ, അതാണ് 2. പിന്നെ ഞാൻ നൈക്കിന്ന് പിന്നെ ഞാൻ കെ ബ്യൂട്ടിയുടെ ഒരു ലിപ് ലൈനർ വാങ്ങി. ഇതിൻ്റെ ഷെയ്ഡ് എവിടെ? ഞാനിത് ഓർഡർ ചെയ്തിട്ട് കുറച്ച് ദിവസമാണ്, ഞാൻ ഷെയ്ഡൊക്കെ മറന്നു. ഇതിൻ്റെ ഷെയ്ഡ് ആക്ച്വലി ഇവിടെ എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്ലോസ് എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഇതൊരു റെഡിഷ് ഒരു കളറാണ്, ഡീപ്പ് റെഡ്. അപ്പം ഇതാണ് അപ്ലോസ് എന്ന് പറഞ്ഞ കെ ബ്യൂട്ടിയുടെ ലിപ് ലൈനർ. കെ ബ്യൂട്ടിയുടെ ലിപ് ലൈനേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഇത് ഭയങ്കര സ്മൂത്താണ്, ഗ്ലൈഡ് ചെയ്യും ഭയങ്കര ഈസി ആയിട്ട്, നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഈവൻ നമുക്കിപ്പോൾ ലിപ്സ്റ്റിക് അങ്ങനെ ഡെയിലി ഇടാൻ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് വേണമെങ്കിൽ ഈ ലിപ് ലൈനർ തന്നെ യു ക്യാൻ ജസ്റ്റ് പുട്ട് ഇറ്റ് ഓൾ ഓവർ യുവർ ലിപ്സ്. ഇറ്റ്സ് ദാറ്റ് ഗുഡ്, ഇറ്റ്സ് റിയലി നൈസ്. അപ്പം അപ്ലോസ് ആണ് ഷെയ്ഡ് നെയിം. ഓക്കെ, ഞാൻ കെ ബ്യൂട്ടിയുടെ 2 കാജലും വാങ്ങി. 24 hour ലാസ്റ്റിംഗ്, ട്രാൻസ്ഫർ പ്രൂഫ്, സ്മഡ്ജ് പ്രൂഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 വാങ്ങി. ഇതും ഒന്ന് എനിക്കും ഒന്ന് ചേച്ചിക്കും. അപ്പം ഞാൻ സ്ഥിരം കാജൽ ഇടുന്ന ഒരാളാണ്. അപ്പം ഐ ലൈക്ക് ടു ട്രൈ ഡിഫറെൻറ്റ് കാജൽസ്. അപ്പം ജസ്റ്റ് എ നോർമൽ എവറി ഡേ വെയർ കാജൽ, അത് 2 കെ ബ്യൂട്ടിയുടെ. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ഐബ്രോ പെൻസിലും ഇഷ്ടമാണ്. അപ്പം ഈ റീസെൻ്റ്ലി എനിക്ക് മറിയ സജസ്റ്റ് ചെയ്തതാണ് ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിൽ. ദിസ് ഈസ് ഓൾസോ റിയലി ഗുഡ് അഫോർഡബിൾ ഓപ്ഷൻ. നമുക്ക് എവറി ഡേ യൂസിന് ഇതാണ് ഐബ്രോ പെൻസിൽ. യു ഗെറ്റ് ബേസിക്കലി ഇൻ 4 ഷെയ്ഡ്സ്. ഞാൻ ഏറ്റവും ഡീപ്പർ ഷെയ്ഡാണ് വാങ്ങിയത്. ദിസ് ഈസ് നൈസ്. ഇത് ഗ്രേ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് നല്ല ഡീപ്പ് ഷെയ്ഡാണ് കേട്ടോ. ഇത് കുറച്ച് നല്ല ഡാർക്ക് ഐബ്രോസ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. വെരി ഫൈൻ പെൻസിലാണ്. പിന്നെ ഈ ഒരു സൈഡിൽ സ്പൂളിയും വരുന്നുണ്ട്. ദിസ് ഇസ് ഗുഡ്. ഇത് ഞാൻ 2 വാങ്ങി, എനിക്കും ചേച്ചിക്കും. അപ്പോൾ ഇതെല്ലാം പേഴ്സണൽ യൂസിനായിട്ട് വാങ്ങിയതാണ്. പിന്നെ ഞാൻ അത് കിറ്റിനായിട്ട് വാങ്ങിയത് ഐ ബോട്ട് ദിസ് നിക്സ് ഐബ്രോ പെൻസിൽ. നിക്സും ഐബ്രോ പെൻസിൽസ് ഒക്കെ വളരെ നല്ല ബ്രാൻഡാണ്. ഇത് പൊട്ടിച്ചിട്ടില്ല, വെയിറ്റ്. അപ്പോൾ ഇതാണ് നിക്സിൻ്റെ ഐബ്രോ പെൻസിൽ. ഇതിൻ്റെ ഭയങ്കര ഫൈനായിട്ടുള്ള ടിപ്പാണ്. ഐബ്രോ ജസ്റ്റ് നമുക്ക് സ്ട്രോക്സ് കൊടുക്കാനൊക്കെ ഭയങ്കര നല്ലതാണ്. ഇറ്റ്സ് വെരി നൈസ്. ഇതിൻ്റെ മറ്റേ സൈഡിൽ സ്പൂളിയുണ്ട്. ഐ ക്യാൻ ഷോ യു. സ്പൂളിയുണ്ട്. ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്, വെരി നൈസ് കളർ ഓപ്ഷൻസ് ഓൾസോ. അപ്പം അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ മിസ്സായി പോയത്, ഞാൻ ഷാർലറ്റ് ടിൽബിയുടെ പ്രോഡക്റ്റ് വാങ്ങിയപ്പോൾ അവരെനിക്ക് ജസ്റ്റ്
അതുപോലെ മാജിക് സിറത്തിൻ്റെ മാജിക് ക്രീമിൻ്റെ പുതിയ സാമ്പിൾസ് ഫ്രീ തന്നിട്ടുണ്ട്. അതാണ്. പിന്നെ ഞാൻ എന്താ ചെയ്തിട്ടുണ്ട്, സ്വിസ് ബ്യൂട്ടി വാങ്ങിയപ്പോൾ ഇതെനിക്ക് അവർ നയിക്കുന്ന ഫ്രീ കിട്ടിയ ലൈനറാണ്, ഐ ലൈനർ. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഐ ലൈനറാണ് കേട്ടോ, പച്ച. ഇതിനിപ്പം പൊട്ടിക്കാൻ എനിക്ക് ഭയങ്കര ഇല്ല, പൊട്ടിച്ച് വെച്ച് സമയം എടുക്കും. സോറി. ഇതൊരു ഫ്രീ തന്നതാണ്. ഓക്കെ, ഇത് ഭയങ്കര ടർക്കോയ്സ് പച്ചയാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഈ ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിൽ ചേരും. ഓക്കെ, ഐ ക്യാൻ സ്റ്റിൽ ട്രൈ. ഓക്കെ, നൈസ്. എനിവേ താങ്ക് യു സ്വിസ് ബ്യൂട്ടി ഫോർ ദ ഗിഫ്റ്റ്. പിന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ റീസ്റ്റോക്ക് ചെയ്തു. ഡെർമാക്കോ. എനിക്ക് എവറി ഡേ യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള സൺസ്ക്രീനാണ്, ബിക്കോസ് ഇറ്റ്സ് വെരി നൈസ് ഓൺ ദ സ്കിൻ. അപ്പം സൺസ്ക്രീൻ വാങ്ങി. പിന്നെ കട്രീസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്, ഇത് നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കേട്ടത്. ഇത് ഞാൻ ഒമാനിൽ കിട്ടുന്ന ഒരു ബ്രാൻഡാണ്. ഇറ്റ്സ് നോട്ട് എൻ എക്സ്പെൻസീവ് ബ്രാൻഡ്, എ വെരി അഫോർഡബിൾ ബ്രാൻഡ്, കട്രീസ്. അപ്പം ഇതിൻ്റെ ഒരു ബ്ലഷ്, ഇത് ഭയങ്കര നല്ല ബ്ലഷാണ്. വെരി പൗഡർ ബ്ലഷ്, ബട്ട് ഇറ്റ്സ് വെരി ഈസി ടു ബ്ലെൻഡ്. നല്ല ബ്രാൻഡാണ്, വെരി അഫോർഡബിൾ ബട്ട് നൈസ്. അപ്പം ഒമാനിലൊക്കെ കറങ്ങുന്നവർക്ക് ചിലപ്പം ഈ ബ്രാൻഡ് കിട്ടുമായിരിക്കും, കാരിഫോറിലോ അല്ലെങ്കിൽ ജസ്റ്റ് മോൾസിലൊക്കെ കാണും. അപ്പോൾ ട്രൈ. പിന്നെ ഐ ഗോട്ട് ദിസ് ക്യൂട്ട് ഫാൻ. എൻ്റെ കിളി ഫാൻ. ഞാനിതിനെ കിളി ഫാൻ എന്നാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് വെരി സ്മോൾ, എന്നാൽ നല്ല കാറ്റുണ്ട്. ഇവിടെ നല്ല ചൂടാണെന്ന് എനിക്കറിയാം. അതുപോലെ എൻ്റെ ബ്രൈഡ്സിന് മേക്കപ്പ് ചെയ്യുമ്പോൾ കാറ്റ് പ്രൊവൈഡ് ചെയ്യാൻ ഉള്ള പുതിയ ആളാണ് നമ്മുടെ കിളി ഫാൻ. ഇതിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയോണ്ട് നല്ല ഫാനായിട്ട് ഞാൻ വാങ്ങി. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഐറ്റം, ഞാൻ ദുബായിൽ നിന്ന് കുറേ ഹെയർ സ്പ്രേ വാങ്ങി. ഇനിയും കുറേ ഉണ്ട്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഹെയർ സ്പ്രേ. ആരെങ്കിലും എൻ്റെ ഫേവറേറ്റ് ഹെയർ സ്പ്രേ ഏതാണ് എന്ന് വണ്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ, ദിസ് ഇസ് മൈ ഫേവറേറ്റ് ഹെയർ സ്പ്രേ. ഇതാണ് ഷോസ്കോഫിൻ്റെ ഗോട്ട് ടു ബി റേഞ്ചിൻ്റെ ഗ്ലൂ. ഇറ്റ്സ് വെരി നൈസ്. ഇത് ഇന്ത്യയിൽ കിട്ടില്ല, ഒമാനിൽ ഞാൻ തപ്പിയിട്ട് എവിടെയും കണ്ടിട്ടില്ല. ഒമാനിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും ഇത് കിട്ടുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദുബായ്. ദുബായിൽ കാരിഫോറിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴെങ്കിലും കിട്ടാത്തതുകൊണ്ട് ഞാൻ പോയപ്പോൾ കുറേ വാങ്ങി. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ മെയിൻ ദുബായ് ഒമാൻ കം സ്മോൾ നൈക്ക ഹോൾ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഹോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇനിയും കുറേ ഹോൾ വീഡിയോസും ഒക്കെ ആയിട്ട്, പിന്നെ മേക്കപ്പ് വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.